എനിക്ക് വേണ്ടി കരഞ്ഞ എന്റെ ഈ മോനെ മാറ്റി നിർത്തിയിട്ട് അന്ന് ഞാൻ ഇങ്ങോട്ട് പോന്നത് എന്നെ വേണ്ടാത്തൊരു മകൻ അമ്മയാകാനാ. ഇന്നവനെ ആരൊക്കെയോ പിടിച്ചോണ്ട് പോയെന്ന് കേട്ടു. അത് നിന്റെ ആൾക്കാരാണെന്നാ നിന്റെ അനിയത്തി പറയണേ. എനിക്കവന് വേണം. അതിനു വേണ്ടി ഈ അമ്മയ്ക്ക് അപേക്ഷിക്കാൻ നീ ഒരാളേ ഉള്ളൂ. മാണിക്യത്തിനെ ഞോണ്ടിയവനെ വയനാട്ടിലിട്ട് പണി കൊടുത്തു എന്നുള്ള സത്യം തന്നെയാ. പക്ഷെ അതിന് ഓറിട്ട ആ മകനെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവനെ ഞോണ്ടി ആരാണ്? நான் பெருமாள் பேசுறேன். என்னடா பிரச்சனை? செல்வத்துக்கிட்ட கொடுத்த பணத்தை கேட்டா அவன் நாடார கேளுங்கிறான். நான் கொடுத்த பணத்தை எல்லாம் நீ தான் கைகாரியம் பண்ணிட்டேங்கிறான். അയ്യോ പാപം, ഞാൻ കൈകാര്യം ചെയ്തെന്നാ? മുതലാളി, അവൻ പറയുന്നത് പച്ചക്കള്ളവാ. മുരുകനാണ് സത്യം. ആദ്യം ഇന്ന് ചില്ലി കാശ് ഞാൻ എടുത്തിട്ടില്ല, അവൻ തന്നെയാണ് അതൊക്കെ ദൂർത്തടിച്ചത്. അല്ലെങ്കിലും അവന്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ എങ്ങനെ പണം എടുക്കും എന്റെ മുതലാളി? എല്ലാം അവന്റെ കളിയാ. கேட்டியா? நாடார் சொல்ற கேட்டியா? இப்ப என்னடா சொல்ற? പെരുമാളെ, ഇത് ചതിയാ. അവൻ പറഞ്ഞ സത്യമല്ല. എന്താണ് വാസ്തവെന്ന് അവൻ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പറയിപ്പിച്ചുതരാം. வாய மூடுற. ரெண்டு பேரும் சேர்ந்து காசை வாங்கி கிசியில போட்டுட்டு எனக்கு ஆப்பு வைக்கணும்னு நினைக்கிறீங்களா? என்ன கேன போய் நினைச்சிட்டு இருக்கிறியா நீ? லீகலா உனக்கு எனக்கு தான் இடபாடு. நாடார் வெறும் இடநடக்காரன், மாமா போயிடாரன். எனக்கு நீ போதும். உனக்கு உயிர் மேல் ஆசை இருந்தா நீ கூப்பிட வேண்டிய அத்தனை பேரையும் கூப்பிட்டுக்க. உனக்கு தீர்க்காயுசு இருந்தா இந்த பெருமாளுக்கு வர வேண்டிய பணம் கடவுள் ரூபத்துல யாராவது கொண்டு வந்து தருவ. இப்படி போ. ഞാൻ മാണിക്യം, രായമാണിക്യം. என்ன வேணும்? വന്ന് ഷെൽവന് വേണ്ടിയിട്ടാണ്. അവൻ എന്റെ അനിയനാണ്. എനിക്ക് അവനെ വേണം. அணியனோ அண்ணனோ அது இந்த பெருமாளுக்கு விஷயம் அல்ல. பணம் அதுதான் முக்கியம். அதை யார் கொடுக்கறாங்களோ அவங்க அவனை கூட்டிட்டு போலாம். എല്ലാം കൂടെ മൊത്തത്തിൽ എത്ര വരും? வட்டி சேர்த்து மொத்தம் 2.5 கோடி. முடியுமா? ഇപ്പം കായകളായിട്ട് ഒരു 50 ലക്ഷം അങ്ങോട്ട് തരും. ബാക്കി പത്രത്തിൽ എഴുതി തരും. பத்திரம்னா அதான் ப்ராமிசரி நோட் தான் சொல்றாரு. ஓ, ப்ராமிசரி நோட்டா? போதும் போதும், தாராளமா போதும். അങ്ങോട്ട് എഴുതി കൊടുക്കേ. கடவுளே, இவ்வளவு சீக்கிரம் முடிச்சு கொடுத்துட்டியே. சார், ஒரு சைன் பண்ணுங்க. மாணிக்கா, நீங்க தான் அன்பார்ந்த பெரிய அண்ணன். உட்காருங்க உட்காருங்க. ആദ്യം അവനെ വിളിക്ക്. தம்பி செல்வா, வாங்க தம்பி, உங்க அண்ணன் வந்திருக்காரு. ഇതെന്തൊരു പെരുമാളാ ഈ പാടുകള്? அது நம்ம புள்ளைய விளையாண்டது. ഏത് പുള്ളാള്? ഈ പുള്ളാളാ? ஆமா. டேய்! നീ ചെല്ല്, പോയി വണ്ടി കയറി. എരുമാളെ, നിന്റെ പണയിടപാട് പോലെയല്ല എന്റെ അടിയിടപാട്. കൊടുത്തത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് കൊടുക്കാതിരിക്കൂല ഏട്ടാ. അതിപ്പോ പെരുമാളിനായാലും ശരി, പെരുന്നാളിനായാലും ശരി. പോട്ടാ മടേ. ഇറങ്ങ. ഇങ്ങനെയൊക്കെ മേ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്ത് കാണിക്കാനായിരിക്കും സ്വന്തം ആൾക്കാർ വിട്ട് പിടിച്ചോണ്ട് പോയത്. എവിടെ തീനുള്ള മറുപടി നീ പറയണതാ ഞാൻ പറയണ? ത്യാഗം തന്നെയാ. ഒറ്റക്ക് നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശെന്ന് കോടികൾ എഴുതി കൊടുത്ത് ഇവനെ പോലെ ഒരുത്തനെ തല പോവാതെ ഈ ഉമ്മർത്ത് കൊണ്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ത്യാഗം തന്നെയാ. അമ്മയ്ക്കറിയോ, ഈ മനുഷ്യനെ കൊല്ലാൻ വരെ ആളെ വിട്ടതാ. ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പണ്ടും കൊന്നു തള്ളിയാണല്ലോ ശീലം. എന്നിട്ട് റേറ്റ് പറയാൻ പറ്റുള്ളൂ. ആരാ ശരി ആരാ തെറ്റെന്നൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ? തെറ്റും ശരിയൊക്കെ എന്തൊരു അറിയസണ്ണ. യവൻ എന്റെ കൂടെ ഉള്ള കലിപ്പുടങ്ങിയത് യവൻ 5 വയസ്സുള്ളപ്പോഴാണ്. അത് പോട്ട്. പക്ഷേ
10 മാസം ഒരേ പള്ളിയെ കിടന്ന ഈ ഉടപ്പറന്ന് നിനക്കെപ്പഴേ ശത്രുവായത്? നന്നാക്കാൻ വന്നത് ഇങ്ങനൊരുത്തനാണെന്ന് അറിയുമ്പോ അണ്ണാന്ന് പറഞ്ഞു ഓടി വരുമെന്ന് വിചാരിച്ചു. കണ്ടില്ലല്ലോ എങ്ങനെ വരാനെ കൊണ്ട്. ആനീഷ് മട്ടിലും മാണിയർ കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കാനുള്ള പരകം പാച്ചിലല്ലേ. അതിന്റെ ഇടയിൽ എന്താ എണ്ണ, എന്തൊരപ്പ, എന്തായാലും സ്വന്തം ചോരകൾ ഇല്ലടി. എന്നെ നാട് കടത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ മക്കൾ രണ്ടും ചായ ഉണ്ടായില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. എന്തരായാലും മക്കൾ അനുഭവിക്കേണ്ട അപ്പന്റെ സമ്പാദ്യമൊന്നും ഈ വലിഞ്ഞേറി വന്ന വളർത്തുവന് വേണ്ട ഏട്ടാ. അന്നും എന്നും ഞാൻ അത് ആഗ്രഹിച്ചിട്ടില്ല. സമ്പാദ്യം പോട്ട് ഇല്ലുള്ള സ്നേഹം പെറ്റമ്മേരടുത്തും ചോദിച്ചു വാങ്ങിക്കാൻ പറ്റാതെ പോയതിനോട് ഞാൻ. ഏട്ടൻ വാ, പറഞ്ഞ മനസ്സിലാവാത്ത ഇവരുടെ മുമ്പിൽ എന്റെ ഏട്ടൻ ചെറുതാവണ്ട. വാ. നിനക്ക് പകരമായിട്ട് കാലിച്ചന്തെന്ന് എടുത്ത് വളർത്തിയാണ് ഞാൻ ഇവനെ. യവ എനിക്ക് വേണ്ടി ചാവും, നീ എന്നെ കൊല്ലാൻ ആളെ വിടും. ഇത് രണ്ട് നടന്നാലും അതൊരു തോൽവി തന്നെയാണ്. എനിക്ക് മാത്രമല്ല, എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കപ്പ അദ്യത്തിനും. അതുകൊണ്ട് പോവേൻ വരട്ടാ. എന്നാലും സഹോര കുന്നോളം ഉണ്ടേട്ടാ ഉള്ളിൽ സങ്കടങ്ങള്. നിനക്കും വേണ്ടിയിട്ട് മാറ്റി വെച്ചാണ് ഞാൻ ഇടത്തേണിന്റെ കാഴ്ചകൾ. ഇതിന് പകരമായിട്ട് 10,000 കണ്ണും മാറ്റി വെക്കാനുള്ള സ്ഥിതിയുണ്ട് ഇപ്പൊ. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ കൊണ്ടു നടക്കണത് മരണം വരെ എനിക്ക് എന്റെ അനിയനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് പിന്നെ എന്നെ കൊല്ലാനും വേണ്ടി കായയിലൂടെ തേപ്പിച്ചോണ്ടൂടെ നീ പറഞ്ഞു കളഞ്ഞല്ലേ എന്റെ ഇടത്ത് ഭാഗത്ത് ഇരുട്ടാണെന്ന്. നന്നായിട്ടുണ്ട്. ഒരായുസ് മുഴുവൻ മേക്കണോ എന്റെ അടി കൊണ്ട് നടന്നാലും അവസാനം അറവുകത്തി തന്നെ കഴുത്തില്. നമ്മളില്ലേ ഒന്നിൽ പഠിപ്പും വിവരമുള്ള നിങ്ങളെ പോലുള്ള ആളുകൾ മാണിക്കത്തോളം ചെറുതാണ്, അല്ലെങ്കിൽ പള്ളിക്കൂടം കാണാത്ത മാണിക്യം നിങ്ങളോളം വലുതാകണം. ഇത് രണ്ടും നടക്കാത്തടത്തോളം കാലം മാണിക്യത്തിന് ഇടപെടാൻ നല്ലത് വാത്തുകൾ തന്നെയാണ്. അതുകൊണ്ട് മാണിക്യം പോവേണം. വരി.